ഹായ് ഗായ്സ്, ഇന്ന് ഏകാദശിയാണ്, വൈകുണ്ഠ ഏകാദശിയാണ്. ഇന്ന് നമ്മൾ പിന്നെ വിഷ്ണു ദർശനം നടത്തി കഴിഞ്ഞാൽ വളരെ വളരെ പുണ്യം കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഭയങ്കര നല്ലൊരു ദിവസമാണ്. ഇന്ന് എനിക്ക് ഞാൻ ഇന്നൊരു ബുക്ക് എടുത്ത് കിട്ടിയ ഒരു പോർഷനാണ് ഇത്. ഇറ്റ്സ് എൻ ഐ ഓപ്പണിങ്, വാസ് എൻ ഐ ഓപ്പണിങ് ഫോർ മീ. ലൈക്ക് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നതേ, ഇത്രയുള്ള കിഡ്നി, ഇത്രയുള്ള ഹൃദയം, ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിനകത്ത്. ഇത് വെച്ചിട്ട് നമ്മൾ ആരെ ചതിക്കാനാ, എന്തിനാ ചതിക്കുന്നത്? നമുക്ക് നേർവഴിക്ക് പോയാൽ പോരെ, നമുക്ക് നേർവഴിക്ക് ജീവിച്ചാൽ പോരെ. ഞാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തിനാ ഈ ആൾക്കാർ ചതിക്കുന്നത്, അതിൽ നിന്ന് എന്ത് ഇവർ നേടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ നടയിൽ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ഒരു കൈ സുഖമില്ല, ആ ചേട്ടൻ്റെ ഒരു കൈ പാരലൈസ്ഡായിപ്പോയി ഇങ്ങനെ. പക്ഷെ ഒരു കൈക്കകത്ത് ആ ചേട്ടൻ്റെ ഈ സാധനം നമ്മൾ ചിങ്കി എന്ന് പറയും കണ്ടോ, ഇത് 100 rupees. പക്ഷേ ആ ചേട്ടൻ എനിക്ക് 70 rupees തന്നു. 70 rupees വാങ്ങി കേട്ടോ. ഇത് കൊള്ളാം, ആ ചേട്ടനെ കാണുകയാണെങ്കിൽ ഇതൊരെണ്ണം വാങ്ങണേ. പിന്നെ വേറൊരു ചേച്ചി ഇത് കണ്ടോ, ഇത് സൗന്ദര്യലഹരി. ഇത് നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കും, ഇത് നമ്മൾ ജപിച്ചാൽ എന്നും ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നല്ലത്. പിന്നെ ഇത് കണ്ടോ, ഇതെൻ്റെ സാരിയാണ് കേട്ടോ, സാരി. ഇതിനകത്ത് ഒരാളുണ്ട്, ആളെ കാണിക്കാനാണ്. ഇത് കണ്ടോ, കൃഷ്ണൻ. അപ്പോൾ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇതെനിക്ക് ഇയേഴ്സ് ബാക്ക്. ആക്ച്വലി എനിക്ക് അരി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണേലും, ദാരിദ്ര്യം പറയാൻ പാടില്ല, നമ്മളെപ്പോഴും അങ്ങനെ പറയുന്നത്. ബുദ്ധിമുട്ടാണേലും ഇച്ചിരി നല്ല ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഈ 4000 സാരി എനിക്കവർ സൗജന്യമായി തന്നതാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്ത അതിനൊരു ഉദാഹരണം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അനുഗ്രഹം വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എൻ്റെ നന്മകളോ ഞാൻ വലിയ ദാനശീലയാണെന്ന് കാണിക്കാനല്ല കേട്ടോ. നമുക്ക് നന്മ വരും. എത്ര പട്ടിണിയായിരുന്നാലും എന്നോടൊരാൾ വന്ന് ഒരു കാര്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ കൺമുമ്പിൽ ഒരു ഒറ്റപ്പെട്ട സ്ത്രീ ഉണ്ടെങ്കിൽ ഞാൻ അവരെ എങ്ങനെയും സഹായിക്കും. കാലങ്ങളായിട്ട് എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വരികയും ചെയ്യും. ഞാൻ ഈ 1000-2000 rupees ഈ അക്കോമഡേഷൻ, ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് അക്കോമഡേഷൻ ഇൻ ട്രിവാൻഡ്രം ഫോർ 2000 rupees, 1000 rupees. അത് അർഹിക്കുന്നവരാണെന്ന് കണ്ടാൽ എൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കും. പിന്നെ ഈ അപ്പൻ ഉപേക്ഷിച്ചിട്ട് പോയ മക്കൾ, ഇപ്പോഴും ഒരാൾക്ക് നമ്മൾക്ക് ജോലിയില്ല കേട്ടോ. നമ്മൾക്ക് ഇപ്പോൾ ജോലിയില്ല, ഇടയ്ക്കിടയ്ക്ക് ജോലിയില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ ഹോം കെയർ ചെയ്യുന്നുണ്ട്, വർക്ക് കിട്ടും. അത് വർക്ക് കിട്ടുന്നതിനനുസരിച്ച് ചില മാസം വർക്ക് കാണത്തില്ല, ചില മാസം നല്ല വർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10%, അത് ഞാൻ ക്രിസ്ത്യൻസിൻ്റെ നിന്ന് പഠിച്ചു. എന്നെ കൂടുതലും എനിക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസുഖം വന്ന സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളില്ലെങ്കിൽ തീരെ ഇല്ലാണ്ടായി പോകുന്ന സമയത്ത് ഒരുപാട് മനുഷ്യരെ നമ്മൾക്ക് ഈവൻ എന്താ പറയുക, നമുക്ക് ഹെൽപ്പിന് അയക്കും ദൈവം. അപ്പോൾ ഈ കോട്ട് ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയത്താദൃശ്യം മിത്രം വിഷകുംഭം പയോമുഖം. നമ്മെ നേരിൽ കാണുമ്പോൾ മുഖസ്തുതി പറയുകയും പുകഴ്ത്തുകയും അകന്നു നിന്ന് ഇകഴ്ത്തുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെന്ന് ഭാവിക്കുന്നവരെ ഒരിക്കലും അടുത്ത് നിർത്തരുത്. കാരണം അവർ മേൽത്തട്ടിൽ പരന്നു കിടക്കുന്ന വെണ്ണയോടും അടിത്തട്ടിൽ വിഷലിപ്തമായ ജലത്തോടും കൂടിയ പാത്രമാണ്. ഒരു 10-22 വർഷങ്ങളായിട്ട് അതിനു കൂടുതലും എൻ്റെ കൂടെ നിന്നിട്ടുള്ള മനുഷ്യർ എനിക്കറിയാം, ചതിക്കുവാണെന്നറിയാം. പക്ഷേ അവർ നമ്മുടെ ഫ്രണ്ട്സായിപ്പോയി, സുഹൃത്തുക്കളായിപ്പോയി, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ തിരിച്ച് ഞാൻ ഈ പറയും പോലെ ഇത്രയേ ഉള്ളൂ കിഡ്നി, ഇത്രയേ ഉള്ളൂ ഹാർട്ട്, ഇതൊക്കെ ഠിം ഠോം ഇപ്പോൾ പൊട്ടാം. അത് വെച്ചിട്ട് എന്തിനാ ചതിക്കുന്നേ, അതുകൊണ്ട് എന്താ നേടുന്നേ? പക്ഷേ പുരാണങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മളൊരാളെ ചതിച്ചാൽ, ഒരാളുടെ ഭക്ഷണം ഇല്ലാതാക്കിയാൽ, ഒരാളുടെ പാർപ്പിടം ഇല്ലാതാക്കിയാൽ, അവരുടെ ഈ
ഇതൊക്കെ നശിപ്പിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. വേറെ എന്തോ ചെയ്തോ, ഇഫ് യു വാണ്ട് പൊസിഷൻ യു ക്യാൻ കിക്ക് മീ ഔട്ട്, ബട്ട് വൈ നമ്മുടെ ഭക്ഷണത്തെ ഇല്ലാതാക്കിയതും ഈ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സി ഇറ്റ്സ് ഫോർ മൈ ചൈൽഡ്, ഇറ്റ്സ് ഫോർ മൈ ചൈൽഡ്, ഇറ്റ്സ് ഫോർ മൈ ചൈൽഡ്, ഇങ്ങനെ പറഞ്ഞിട്ടും കേൾക്കാത്ത മനുഷ്യരുണ്ട്. ഇവിടെ ഗുരുചാണക്യൻ പറയുന്നത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചാണ്. അതായത് സുഹൃത്തുക്കൾ വിശ്വസ്തരല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകൾ മുൻ ശ്ലോകത്തിൽ പറയുകയുണ്ടായി. നല്ല കാലത്ത് നമ്മോടൊപ്പം ചേരാനും ആനന്ദിക്കാനും വളരെയധികം സുഹൃത്തുക്കൾ ഉണ്ടാകും. ആ അവസരങ്ങളിലൊക്കെ നമ്മുടെ ബലവും ബലഹീനതയും ഒക്കെ മനസ്സിലാക്കാൻ ഒരു സുഹൃത്തിന് കഴിയും. മുഖസ്തുതി പറഞ്ഞ് നമ്മെ ചൂഷണം ചെയ്യാൻ അടുത്തുകൂടുന്നവരെ തിരിച്ചറിയാൻ എല്ലാവർക്കും എളുപ്പം കഴിയണമെന്നില്ല. എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് ഒരു 2, 3, 4 പേരേ ഉള്ളൂ ഇപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവരെല്ലാം ബ്ലെസ്ഡ് വൺസ്. അവരുടെ ഉയർച്ചകളും അനുഗ്രഹങ്ങളും എന്നെ സഹായിച്ചതുകൊണ്ടല്ല കേട്ടോ. എന്നെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയുള്ള ഒരാളാണ്? ഒറ്റപ്പെട്ടു പോയ ഒരാളാണ്. ഒറ്റപ്പെട്ടു പോയ ഒരാളാണ്. പലരുടെ ചതി കൊണ്ട് നമ്മൾ വിശ്വസിച്ച് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ഇതുണ്ടാവുന്ന ജീവിതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കുമ്പോൾ അത് നല്ലതല്ലല്ലോ. I don't want to explain everything in front of you people because നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ നമ്മുടെ വീക്ക്നെസ്സുകളും നമ്മുടെ ദാരിദ്ര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ അത് അഫക്റ്റ് ചെയ്യുക ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികളെയാണ്. ഇവർ നമുക്ക് കല്യാണം കഴിച്ച് അയക്കണ്ടേ? നമ്മൾ ജീവിതം പോലും കൊടുത്തു വളർത്തിയ ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ ഇല്ലാതാക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ പറയാം. അപ്പോൾ എൻ്റെ അടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ടേ ഒരു ഫാമിലി ഡിവോഴ്സ് ആവാൻ നിന്നപ്പോൾ ഇവർക്ക് വേണ്ടി സ്ഥിരമായിട്ട് ഞാൻ ഭാഗ്യസൂക്തം കഴിപ്പിക്കുമായിരുന്നു. അതൊരു അർച്ചനയാണ്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് ഞാനങ്ങനെ ചെയ്യും കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ തികയുമ്പോഴത്തേക്കും ധന്വന്തര അർച്ചന ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അത് നമ്മൾ വേറൊരാൾക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടുമെന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് എന്തൊക്കെ പോകുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പലതും എന്നെ വേദനിപ്പിക്കാനോ ഒറ്റപ്പെടുത്താനും ദ്രോഹിക്കാനും ഒക്കെ നോക്കിയിട്ടും ഭഗവാൻ ചെയ്തു തരുന്ന ഒരുപാട് നന്മകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗ്യസൂക്തം കഴിപ്പിച്ച വ്യക്തികളോട് ഞാൻ എപ്പോഴും സംസാരിക്കുമായിരുന്നു. ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് റേസ് ആവേണ്ട അവസരങ്ങളും വരും. അപ്പോൾ ഈ കുട്ടി കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ അന്നത്തിനെ മുട്ടിച്ചിട്ടില്ല കേട്ടോ. ഭഗവാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞാൻ ഇരുന്നിട്ടില്ല. ആരെങ്കിലും തരും, ആരെങ്കിലും അങ്ങനെയല്ല, എനിക്ക് അതിന് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു വളരെ സന്തോഷമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി അത് ഇല്ലാണ്ടാക്കാൻ ഈ അർച്ചന കഴിപ്പിച്ച ആൾ കാരണക്കാരിയായെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ അതെനിക്കൊരു അനുഗ്രഹവുമായിരുന്നു. വളരെ അസുഖങ്ങളാൽ വളരെ സമ്മർദ്ദമുള്ളൊരു സിറ്റുവേഷനിൽ എൻ്റെ തൊണ്ട മുറിഞ്ഞിട്ട് തൊണ്ട സർജറി കഴിഞ്ഞിട്ടും ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടും ആ അധ്വാനം ഒന്നും അല്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിച്ചതാണ് കുട്ടി. സത്യം പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം. താങ്ക് യു സോ മച്ച്. പക്ഷെ ഞാൻ എനിക്ക് എന്നെ ദ്രോഹിക്കുന്ന സമയവും എനിക്ക് മനസ്സിലായില്ല എന്നെ ദ്രോഹിക്കുകയാണെന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തോ സംതിങ്, പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അവസാനം മനസ്സിലായപ്പോഴാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്. ഇങ്ങനെയുള്ള പലരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് ഇങ്ങനെ എൻ്റെ പരാതികൾ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നത്, പിന്നെ വേറൊരു സൈഡിൽ എന്നെ കളിയാക്കുന്നത്. എനിക്കെൻ്റെ ദൈവം, ഞാനൊരു 3 വയസ്സ് തൊട്ട് എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം, എൻ്റെ അമ്മയും പഠിപ്പിച്ചൊരു കാര്യമാണ് പ്രാർത്ഥന. എൻ്റെ കുട്ടിയെ എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സാഹചര്യം ഇല്ല. അത് ഭയങ്കര വിഷമമുള്ള സാധനമാണ്, ഒരു പ്രശ്നമാണ്. എൻ്റെ കുട്ടിക്ക് ഗീത പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. ഗീത പഠിച്ചാൽ നമ്മൾ ജീവിക്കാൻ പഠിക്കും. അപ്പോൾ കൃഷ്ണനെ ശ്രദ്ധിച്ചാൽ എന്നെ ഏറ്റവും വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ബന്ധുക്കൾ എന്നെ ദ്രോഹിക്കുന്ന സമയം. അപ്പോൾ എനിക്ക് വിഷമം വരും, നല്ല വിഷമം വരും എനിക്ക്. അപ്പോൾ എന്നെ രക്ഷിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? കൃഷ്ണനെ കൊല്ലാൻ
ഉത്തരവിട്ടതാരാ? കംസനാ. കംസൻ കൃഷ്ണൻ്റെ ആരാ? അമ്മാവനാ. കടിറ്റ്. അപ്പോൾ പിന്നെ നമ്മൾക്കെതിരെ അങ്ങനെ വരുന്നതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ഗീത പഠിച്ചാൽ നമ്മൾ വലിയ വലിയ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടും. ഇനി എത്ര അടുത്ത് പ്രവർത്തിക്കുന്നവരോടും പ്രധാനപ്പെട്ട രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് അതിലൊന്ന്. കുടുംബത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങൾ എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും അവർ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ മാന്യതയും അന്തസ്സും എല്ലാം നശിപ്പിക്കാൻ നാം തന്നെ ഇടയാക്കരുത്. സുഹൃത്തുക്കളുമായി സല്ലപിക്കുമ്പോൾ നമ്മുടെ രഹസ്യങ്ങളും പുറത്തു ചാടിയേക്കാം. അതുകൊണ്ട് അത്തരം സല്ലാപങ്ങൾ കഴിവതും ഒഴിവാക്കണം. ഇവിടെ എനിക്ക് പറ്റിപ്പോയ അബദ്ധം എന്തെന്ന് വെച്ചാൽ, ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. വലിയൊരു കോൺട്രാക്റ്റ്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഇയേഴ്സ് ബാക്ക്. ഈ കോൺട്രാക്റ്റിലേക്ക് എന്നെ ഏർപ്പെടുത്തിയത് എൻ്റെ ബന്ധുജനങ്ങളാണ്, ക്ലോസ് റിലേറ്റീവ്സ്. ഈ കോൺട്രാക്റ്റിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ കിടക്കാടം പോയി. എനിക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വയ്യാണ്ടായി. ഈ കുട്ടിയെ നോക്കുമ്പോൾ നമുക്ക് ജോലിക്ക് കറക്റ്റ് പോകാൻ പറ്റാതായി. ഇങ്ങനെ ഞാൻ ഈ കോൺട്രാക്റ്റ് മുഖേന അപ്പാടെ തകർന്ന് ഒരു 15 ദിവസം കൊറോണ വന്നിട്ട് ആരും സഹായിക്കാനില്ലാത്ത നിലയിൽ ഒരു മുറിയിൽ അടയ്ക്കപ്പെട്ടു. മനസ്സിലായോ? ഒരു മനുഷ്യർ വെള്ളം കുടിച്ചോ ചോദിക്കാനില്ല. പക്ഷേ എൻ്റെ അച്ഛൻ എനിക്ക് ഫുഡ് കൊണ്ടു തരുമായിരുന്നു കേട്ടോ. റോഡിൽ വഴി പോയ ഒരു സ്ത്രീയെ കൃഷ്ണൻ എൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് ആ സ്ത്രീ എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് ഞാൻ ആഹാരം പാകം ചെയ്ത് തരട്ടെ? ഇറ്റ് ഹാപ്പൻഡ്. ഒരുപാട് മിറക്കിൾസ് നിറഞ്ഞതാണ് എൻ്റെ ജീവിതം. നിങ്ങൾ എന്ത് പ്രശ്നത്തിലാവട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മനമുരുകി, നമ്മൾ ചുമ്മാ പോയി കല്ലിൻ്റെ അങ്ങനെയല്ല, നമ്മൾ ദൈവവുമായിട്ട് ഒരു ബന്ധം, അത് കൃഷ്ണനാവട്ടെ, ക്രിസ്തു ആവട്ടെ, നബി ആവട്ടെ, ആരും ആവട്ടെ, ദൈവവുമായിട്ട്. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാറുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ പ്രേയറിന് സൺഡേ പോകാറുണ്ട്, ഭീമാ പള്ളിയിലും പോകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ദോഷങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേടിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഏത് ഇരുട്ടത്തും ഇല്ല, കുന്തം കൊണ്ട് നമ്മുടെ ചങ്കിൽ കുത്തുന്ന പോലെ മനുഷ്യർ പെരുമാറും നമ്മളോട്. മനുഷ്യനാണ് വേദനിപ്പിക്കുക. പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്തില്ല. എനിക്ക് ചുറ്റും കാണുന്ന സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളും എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആളുകളുടെ ഉപദ്രവം, വേണ്ടാത്തത് പറയുക, നമ്മളെ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോയത് എവിടെയെന്ന് വെച്ചാൽ, എൻ്റെ ഈശ്വരന്മാർ, നമ്മൾ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ കുടുംബമായിട്ടെടുത്തു. മനസ്സിലായോ? ഈ കോൺട്രാക്റ്റിൽ എന്നെ ബന്ധുക്കൾ കൊണ്ട് ചാടിച്ചപ്പോൾ എനിക്ക് അവിടെ എൻ്റെ കിടപ്പാടം നഷ്ടപ്പെടുന്നു, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഉപദ്രവങ്ങളായപ്പോൾ ഞാൻ ഈ ബന്ധുക്കളിൽ നിന്നകന്ന് ഈ സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കളായപ്പോൾ എല്ലാവരോടും ഞാൻ സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഇമോഷണൽ വെന്റിലേഷൻ വേണം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ വീട്ടിൽ ഒറ്റപ്പെട്ട് തനിയെ താമസിക്കുമ്പോൾ നമ്മൾ ഇവരോട് സംസാരിച്ച് തുടങ്ങി. അത് വലുതായിട്ട് ദോഷം ചെയ്തു എനിക്ക്. ചാണക്യസൂത്രത്തിൽ പറയുന്നത്, നമ്മുടെ രോഗം, നമ്മുടെ കടം, നമ്മുടെ പരാജയങ്ങൾ മറ്റൊരാളോട് പറയാൻ പാടില്ലെന്നാണ്. പക്ഷേ ഞാൻ ഈ മനുഷ്യരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ ലോകത്തുള്ള മനുഷ്യർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നില്ലയോ? നമ്മൾ ഒന്നും മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്ത എന്തിനാണ് ഈ വേലിക്കെട്ടുകളെന്നാണ്. അപ്പോൾ ഇത് എനിക്ക് വളരെ ഉപദ്രവം ചെയ്തു. ഞാനിങ്ങനെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഒരു സ്ത്രീയാണ്, അത് ഒറ്റപ്പെട്ടു പോയി, അതിൻ്റെ കണ്ണീരാണ്, അതൊന്ന് മനസ്സിലാക്കി ചുരുക്കം പേരുമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സുഹൃത്തിനെ നിരീക്ഷിക്കാനും പഠിക്കുവാനും നാം വളരെയേറെ ജാഗ്രത കാണിക്കണം. ശത്രുക്കൾ നമ്മെ ആക്രമിക്കുന്നത് നേരിട്ടാണ്. മിത്രങ്ങൾ എന്ന് ഭാവിക്കുന്ന വഞ്ചകരാകട്ടെ അന്ധകാരത്തിലും പ്രകാശത്തിലും നമ്മെ തകർത്തുകൊണ്ടിരിക്കും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് സ്ഥലത്ത് എനിക്കും എൻ്റെ അച്ഛനും എൻ്റെ കുട്ടിക്കും ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലോണൊക്കെ പ്രിപ്പയർ ചെയ്ത് പഞ്ചായത്തിൽ പോയി ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ആ വീട് വയ്ക്കുന്നതിൻ്റെ അന്ന് അത് തടസ്സപ്പെടുത്തിയത് എൻ്റെ ഏറ്റവും വലിയൊരു മിത്രമായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്നേ കൊണ്ടുപോയത് മിത്രമായിരുന്നു. മനസ്സിലായോ?
അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഒരു സ്ത്രീ അവരെങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു കൂര വെച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന നമുക്ക് മനസ്സിലായില്ല. അവർ നമ്മുടെ ശത്രുക്കളാണെന്ന്, മിത്രങ്ങളാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. മനസ്സിലായോ? പക്ഷെ ഇവരോടൊന്നും എനിക്ക് എന്തോ പറയുന്നത്, ഞാൻ അപ്പോഴപ്പോഴാ ദേഷ്യങ്ങളങ്ങ് കളയും. കാരണം കർമ്മ ഇറ്റ്സ് ബൂമറാങ്. ഈ എളുപ്പം നമ്മളെ ആക്രമിക്കുന്ന ശത്രുവിനെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ മിത്രമായിട്ടിരിക്കുന്ന ഒരാൾ അടിയിൽ കൂടെ വെക്കുന്ന പാര നമുക്ക് അറിയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? എനിക്കെതിരെ വരുന്ന എന്നോട് ചിരിച്ചുകൊണ്ട് എനിക്കിട്ട് പാര വെച്ച് എല്ലാവരോടും പറയാനുള്ളത് കർമ്മ ഇസ് ദയർ, ഇറ്റ്സ് എ ബൂമറാങ്. ഓക്കെ, അപ്പോൾ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ സുഹൃത്തുക്കളെ തിരിച്ചറിയുകയും വഞ്ചകരിൽ നിന്ന് അകലം പാലിക്കുവാൻ ശ്രമിക്കുകയും വേണം. നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണം. പക്ഷെ എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തത് ഒരു കാര്യം ഞാൻ ചെയ്യും കേട്ടോ, എനിക്ക് അതെൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് പ്രൊഫഷനാണ്. ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് മൊത്തം പ്രൊഫഷണൽ പ്രോബ്ലംസിനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഒരു പ്രഷ്യസ് ബേബി എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരിക, ശ്വാസമില്ല. നിങ്ങൾ സിനാരിയോ ഒന്ന് നോക്കണം. അപ്പോൾ ഒരു ചെറിയ സർജറി കഴിഞ്ഞ ഒരാൾ പോസ്റ്റ് ഓപ്പ് ഐസിയുവിൽ കിടപ്പുണ്ട്. ഞാൻ അതിന് ഓക്സിജനൊക്കെ കൊടുത്തു. ഷീസ് ഓൾ റൈറ്റ്. അവിടെ ഉള്ളൊരു സ്റ്റുഡൻറ്റിനെ ഞാൻ അതിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട്, ഞാൻ അവിടുത്തെ ഇൻചാർജാണ് അപ്പോൾ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന നേഴ്സാണ്. ഈ കുട്ടിയെ ഒരാൾ ഓടി എൻ്റെ കൈ കൊണ്ടുവരിക. കുട്ടി ഒരു ബ്ലൂയിഷ് കളറായി. അപ്പോൾ അതിനെ സേവ് ചെയ്യണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഒരു പ്രിമച്വർ റൂമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓക്കെ ആയി കിടക്കുന്ന പേഷ്യൻറ്റിനെ ഇട്ടിട്ട് ഞാൻ ഓടുവായി കുട്ടിയും കൊണ്ട്. ഞാൻ ഓക്സിജൻ കൊടുത്തത് എല്ലാം ചെയ്ത് റെസിസ്റ്റേഷനൊക്കെ ചെയ്ത് അതിനെ സേവ് ചെയ്തു. പക്ഷെ ദർ വാസ് എ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് മീ. വൈ യു ലെഫ്റ്റ് ദാറ്റ് പേഷ്യൻ്റ് അലോൺ? ആ പേഷ്യൻ്റ് എന്താ അവിടെ ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ അല്ലേ ഞാൻ ചെയ്തത്? ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ അല്ലേ അത്? ഒരു കുട്ടി അതിനെന്തെങ്കിലും സംഭവിച്ചു പോയല്ലോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഞാൻ പ്രതികരിക്കും. എൻ്റെ ഒരു കുറ്റം തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കുമ്പോൾ. കാരണം എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പം അത് സ്ത്രീകളുടെ ഒരു ആയുധമാണ് നാക്ക്. ഇല്ലെങ്കിൽ നമ്മളെ അവർ ഉപദ്രവിക്കും. അതുകൊണ്ട് നമുക്ക് രക്ഷമാണ്. നമുക്ക് ചുറ്റിലും ബ്രദേഴ്സ് ഇല്ല, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറെ ആരുമില്ല. ഒരു മനുഷ്യൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തപ്പോൾ നമ്മൾ എടുക്കുന്നൊരു ഡിവൈസ് ആണത്. ഓക്കെ, അപ്പോൾ ബി വെയർ ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, ബൈ. പക്ഷെ ഞാൻ അവസാനം പറയട്ടെ, ഞാനിപ്പോൾ ഈ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം എൻ്റെ ചുരുക്കം തന്നെ ചില സുഹൃത്തുക്കളാണ്. അവർക്ക് വേണ്ടിയെല്ലാം ആയുസ്സും ആരോഗ്യവും 100 വർഷത്തോളം ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. അപ്പം ഏകാദശിയാണ്, എല്ലാവരും അമ്പലത്തിൽ പോകണം.